അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയോ, ഇതിൻ്റെ അകത്ത് നമ്മൾ മാനുവലായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു ഫ്ലിക്കറിങ്. ഈ ഒരു പ്രശ്നം പലർക്കും ഉണ്ടാകും. കാരണം ഒരു കോണ്ടാക്ടർ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിടിക്കാൻ സ്റ്റാർട്ട്. ഓക്കെ, ഒരു പ്രശ്നവുമില്ല. സ്റ്റാർട്ട്. നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു DOL സ്റ്റാർട്ടറിൻ്റെ പൊതുവായിട്ട് വരുന്നൊരു കംപ്ലൈൻറ്റ് അത് പരിഹരിക്കാനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ എന്താണ് കംപ്ലൈൻറ്റ് എന്ന് നമ്മൾ നോക്കാം. ഇപ്പോൾ സ്റ്റാർട്ടർ നമ്മൾ മാനുവലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നിലവിൽ നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു കഴിയുമ്പോൾ ഇതാ ഇങ്ങനൊരു ഫീല് മാത്രമേ ഉണ്ടാവുള്ളൂ. സ്റ്റാർട്ടാവില്ല. ഉണ്ടോ, പ്രോപ്പറായിട്ട് പിടിക്കാതെ ഇങ്ങനെ ഫ്ലിക്കർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഹമ്മിങ് നോയ്സോടുകൂടി നിൽക്കുക. ഈ ഒരു ഫീൽ എന്ന് വെച്ചാൽ നമ്മുടെ പമ്പുകളെ കംപ്ലൈൻ്റ് ആക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ പമ്പിൻ്റെ ലൈൻസൊക്കെ ഡിസ്കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. കണ്ടോ, 3 ഫേസ് ഔട്ടുകൾ ഡിസ്കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അതേപോലെ ഇവിടെ കുറച്ച് ടെർമിനേഷൻ കാര്യങ്ങളും ചെയ്യാനുണ്ട്, റിടെർമിനേഷൻ ചെയ്യാനുണ്ട്. ആ വർക്കൊക്കെയാണ് ഇന്ന് നമ്മൾ ചെയ്യണത്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഫ്ലിക്കർ ചെയ്ത് നിൽക്കുന്നു? നിലവിൽ ഞാൻ ഈ ഒരു കോണ്ടാക്ടർ മാറ്റി നോക്കിയതാണ്. മാറ്റിയാലും ഈ ഒരു സെയിം പ്രശ്നം തന്നെ. കണ്ടോ, ഇതിന് പ്രത്യേകിച്ച് ഫാൾട്ട് കാര്യമൊന്നുമില്ല, സിമൻസിൻ്റെ ആണ്, പ്രത്യേകിച്ച് ഫാൾട്ടൊന്നുമില്ല. പക്ഷേ ഈ കോണ്ടാക്ടർ പിടിക്കണില്ല. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഹമ്മ് ചെയ്ത് നിൽക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് പിടിക്കാണ്ട് വരിക? അപ്പോൾ ആ സാഹചര്യം നമുക്കൊന്ന് നോക്കാം. DOL സ്റ്റാർട്ടറിൻ്റെ കംപ്ലൈൻറ്റ് നോക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മളതിൻ്റെ സ്റ്റാർട്ട് ബട്ടൺ സൈഡ് മുതൽ നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. ഒരു എൻഡ് മുതൽ നോക്കിയാൽ നമുക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ എൻഡ് മുതൽ നോക്കി എങ്ങനെയാണ് അതിൻ്റെ വയറിങ് വന്നിട്ടുള്ളതെന്ന് നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് ഓയിലറിലേക്ക് വന്നു, അവിടെ നിന്നുള്ള ഔട്ട് കോണ്ടാക്ടറിലേക്ക് എത്തിയാൽ മാത്രമാണ് നമ്മുടെ കോണ്ടാക്ടർ വർക്ക് ചെയ്യുക. അപ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ള സംഭവം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വെച്ചാൽ ഒരു കംപ്ലൈൻറ്റ് റെക്ടിഫൈ ചെയ്യാൻ നേരത്തെ, ഒരു DOLൻ്റെ കംപ്ലൈൻറ്റ് നോക്കാൻ നേരത്തെ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് അതിൻ്റെ സ്റ്റാർട്ടിങ് സെക്ഷനിലാണ്. ഇതാണ് ഒരു സ്റ്റാർട്ട് സ്വിച്ച് വന്നിട്ടുള്ളത്, അതൊരു NO സ്വിച്ചാണ്. അതേപോലെ തന്നെ സ്റ്റോപ്പിനായിട്ടൊരു NC സ്വിച്ചും നമുക്കിവിടെ ഉണ്ടാവും. ഇത് നിലവിൽ നോർമലി ക്ലോസ്ഡും ഇത് നോർമലി ഓപ്പൺ ആയിട്ടുള്ളതുമായിട്ടുള്ള ഓരോ സ്വിച്ചുകളാണ്. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് കമാൻഡ് കൊടുക്കുന്നത് കൃത്യമായിട്ടും ഒരു ഇൻപുട്ട് സപ്ലൈയെ നൽകിക്കൊണ്ടായിരിക്കും. നിലവിൽ നമുക്കിവിടെ 8 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് ഫെറോൾ കാണാൻ പറ്റും. കണ്ടോ, ആ ഫെറോൾ നമ്പർ 8 ആണ്. 8ൽ നിന്നും ആണ് നമുക്ക് ഫേസ് സപ്ലൈ എത്തുന്നത്. ഇപ്പോൾ ഓഫ് ആയതുകൊണ്ടിട്ടാണ് കേട്ടോ. ഫേസിലാണ് നമുക്ക് 8ലാണ് നമുക്ക് നിലവിൽ ഇവിടെ ഫേസ് സപ്ലൈ എത്തിയിട്ടുള്ളത്. അപ്പോൾ സ്റ്റാർട്ട് ബട്ടണിൽ എന്തായാലും ഒരു ഫേസ് സപ്ലൈ ഉണ്ടാവും. അത് അടുത്ത കമാൻഡായിട്ട് പോകുന്നതാണ് ഈ വരുന്ന നമ്പർ 40. അങ്ങനെ പല നമ്പറുകളായിരിക്കും യൂസ് ചെയ്തിട്ടുള്ളത്, എന്നാലും നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 40 തീർച്ചയായിട്ടും OLRലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ബട്ടണിന് പാരലായിട്ടുള്ളൊരു കണക്ഷനായിട്ടായിരിക്കും നിലവിൽ ഈ 40 വരിക. അപ്പോൾ കോണ്ടാക്ടർ പിടിക്കാനുള്ള സപ്ലൈ പോകുന്നതും അതേപോലെ തന്നെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് നിൽക്കണമല്ലോ, അപ്പോൾ ആ രീതിയിലുള്ളൊരു സപ്ലൈ ആയിട്ടായിരിക്കും അത് വരിക. അപ്പോൾ നമുക്കൊരു ഡയഗ്രാം വെച്ച് നോക്കി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ 40ൽ നിന്ന് നിലവിൽ ഇതാ ഇവിടെ വന്നിട്ടുള്ളത് ഒരു കോണ്ടാക്ടറിലേക്കാണ്. അപ്പോൾ ഇത് നമ്മൾ മാനുവൽ കോണ്ടാക്ടറാണ്. മാനുവൽ മോഡിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഈ സിസ്റ്റം നമുക്ക് ഓട്ടോയും ഉണ്ട് മാനുവലും ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ മാനുവൽ മോഡിലേക്ക് ഇട്ട് കഴിയുമ്പോൾ തന്നെ ഈ 8 എന്ന് പറയുന്ന നമ്പറിലേക്ക് സപ്ലൈ എത്തും. അത് ഇവിടെ വേറൊരു രീതിയാണ്. ഈ ഒരു പോയിന്റാണ് നമ്മുടെ മാനുവൽ സെലക്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ഈ 8ലേക്ക് സപ്ലൈ എത്തും. ഓക്കെ, 8ലേക്ക് സപ്ലൈ എത്തി കഴിയുമ്പോൾ ഇവിടെ ഒരു ഫേസ് സപ്ലൈ എത്തും. അപ്പോൾ ഈ കോണ്ടാക്ടർ പിടിക്കും. ഓക്കെ, മാനുവൽ എന്ന് പറയുന്ന കണ്ടീഷനിൽ ഈ കോണ്ടാക്ടർ പിടിച്ചിരിക്കത്തുള്ളൂ. ഓട്ടോയിൽ ഇത് റിലീസായി നിൽക്കും. ഓട്ടോയിൽ PLC റിലേ ത്രൂ വർക്ക് ചെയ്യുന്ന കൊണ്ടിട്ട് വേറെ രീതിയിലുള്ള സംവിധാനമാണ്. നമ്മൾ മാനുവൽ കേസിലാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. അപ്പോൾ നേരെ ഇവിടെ സപ്ലൈ എത്തിക്കഴിഞ്ഞാൽ മാനുവൽ സെലക്ടർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സപ്ലൈ എത്തും. ഈ കോണ്ടാക്ടർ ഉള്ളിലേക്ക് പിടിച്ചേ ഇരിക്കത്തുള്ളൂ, ഇങ്ങനെ ഉള്ളിലേക്ക് പിടിച്ചിരിക്കും. ഈ സമയത്ത് നമ്മുടെ ഇവിടെ നിന്ന് കൊടുത്തിട്ടുള്ള 40 സപ്ലൈ, അതായത് ഫെറോൾ നമ്പർ 40 നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ 40 ആണ് നേരെ ഇവിടെ വന്നിട്ടുള്ളത്.
ഓക്കെ, ഇനി ആ 40യുടെ കണ്ടിന്യൂഷൻ ആയിരിക്കും അടുത്ത നമ്പർ ഇടുക. റൂൾ നമ്പർ 41 കണ്ടോ, ഇതൊരു 3 ഫേസ് കോണ്ടാക്ടർ ആണ്. അതേപോലെ തന്നെ ഇപ്പുറത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഇതെവിടെ 50 60 40 50 60. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് 40 50 60. അപ്പോൾ മാനുവൽ കോൺട്രാക്ടറിലേക്കാണ് ആ മാനുവൽ സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണക്ഷൻസ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഇത് പിടിച്ചാൽ മാത്രമേ മാനുവലായിട്ടുള്ള വർക്കിംഗ് കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അപ്പോൾ 40യിലേക്ക് സപ്ലൈ എത്തി, ഈ കോൺട്രാക്ടർ മാനുവലിലേക്ക് തിരിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് പിടിച്ചിരിക്കുകയാണ്. പിന്നെ അടുത്ത് വരുന്നത് 41. ഈ 41 എന്ന് പറയുന്ന കോൺട്രാക്ട് നമുക്ക് നേരെ അടുത്തത് എങ്ങോട്ടാണ് പോകുന്നത് നോക്കാം എന്നാണ്. ഈ 41 എങ്ങോട്ടാണ് പോവുക? തീർച്ചയായിട്ടും അതൊരു സ്റ്റോപ്പ് സ്വിച്ചിലേക്കായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം 41 സ്റ്റോപ്പ് സ്വിച്ചിലേക്കുള്ള. അപ്പോൾ ഈ സർക്യൂട്ടിനെ ഇത് സീരീസ് ആയിരിക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പോയി ആ കോണ്ടാക്ടറിൽ ചെന്നു തിരിച്ച് 41ലേക്ക് എത്തി 42, ഇത് NC ആയതുകൊണ്ട് തന്നെ 42 ഇവിടെ വന്നു. ആ 42 എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് അടുത്ത് നോക്കാം. ആ 42 പോവുക നേരെ നമ്മുടെ OLRലേക്കാണ്. OLRന്റെ 96 പോയിന്റിലേക്കാണ് നമുക്ക് ഇവിടെ 42 വന്ന് കയറിയിട്ടുള്ളത്. അപ്പോൾ ആ 42ന്റെ ഔട്ട് ഇവിടെ ഒരു 43 ഉണ്ട്. 42 കഴിഞ്ഞാൽ അടുത്ത വരുന്നത് 43. ഓക്കെ, ഈ 43യിൽ നിന്ന് അടുത്ത് പോകുന്നത്, ഇത് ഓട്ടോ മാനുവൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓട്ടോ മോഡിൽ പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മാനുവലി വർക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളും വന്നിട്ടുണ്ടാകുക. അപ്പോൾ ഓട്ടോ മോഡിൽ വർക്ക് ചെയ്തിരിക്കുമ്പോൾ ഈ കോണ്ടാക്ടർ പിടിച്ചിരിക്കും. ഇത് മാനുവലിലെ കോണ്ടാക്ടറാണ്, ഇത് ഓട്ടോയുടെ കോണ്ടാക്ടറാണ്. അപ്പോൾ ഓട്ടോ മോഡിൽ ഇത് വർക്കായിരിക്കുമ്പോൾ ഒരിക്കലും മാനുവലി സ്റ്റാർട്ടിങ് വരില്ല. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. ഇവിടെ 43 ആണ് നമുക്ക് നിലവിൽ ഇവിടെ വന്നിട്ടുള്ളത്. ഈ 43 പോയി കയറിയിരിക്കുന്നത് അതായത് ഇവിടെ ഒരു NC ബ്ലോക്കിലേക്കാണ്. അപ്പോൾ NC ബ്ലോക്കിലേക്ക് വരുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ ഈ കോണ്ടാക്ടർ പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയി പോകും. അപ്പോൾ ഓട്ടോയിൽ വർക്ക് ചെയ്യാണ്ടിരിക്കുമ്പോൾ മാനുവൽ മോഡിൽ ഇരിക്കുന്ന സമയത്ത് ഈ കോണ്ടാക്ടർ എന്തായാലും ഓപ്പൺ ആയിരിക്കുമല്ലോ. ആ ഓപ്പൺ ആയിരിക്കുന്ന കണ്ടീഷനിൽ ഇത് NC ആയതുകൊണ്ട് തന്നെ ഇവിടെ OLRൽ നിന്ന് പോകുന്ന 43 നമുക്ക് ഇവിടെ ലഭിക്കും. ആ 43യുടെ ഔട്ട് നമുക്കിതാ ഇവിടെ 44 ആയിട്ട് കിട്ടും. ഈ NCയിൽ നിന്ന് ഔട്ട് കിട്ടും. ഈ NCയിൽ നിന്ന് ഔട്ട് കിട്ടുന്ന 44 ഡയറക്റ്റ് വന്ന് കയറുന്നത് A1 ടെർമിനലിലേക്കാണ്. അപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ട് സപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഇത് കോണ്ടാക്ടർ കറക്റ്റായിട്ട് പിടിക്കും. പിന്നെ ഇവിടെ ഇത് എന്തുകൊണ്ട് നമുക്ക് ഫ്ലിക്കറിങ് പ്രശ്നം വരുന്നു? അങ്ങനെ ഒരു ഫ്ലിക്കറിങ് പ്രശ്നം വരുന്നത് പ്രധാനമായിട്ടും ഒന്നുകിൽ സ്വിച്ചുകളിൽ ഉണ്ടാകുന്ന ലോസ് കോണ്ടാക്ട്, NC സ്വിച്ചിൽ ഉണ്ടാകുന്ന ലോസ് കോണ്ടാക്ട് ഉണ്ടാകാം. അതേപോലെ തന്നെ സ്റ്റാർട്ടിൽ ഏതായാലും പ്രശ്നം വരില്ല. സ്റ്റാർട്ടിൽ നമ്മൾ കമാൻഡ് കൊടുക്കുമ്പോൾ തന്നെ വരുന്നതല്ലേ. NC സ്വിച്ചിൽ ലൂസ് കോണ്ടാക്ട്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആ സ്വിച്ചിൽ ആർക്കിങ് ഉണ്ടെങ്കിലോ ഈ കോണ്ടാക്ടർ പിടിക്കാതിരിക്കാം. അത് കഴിഞ്ഞാൽ NC കഴിഞ്ഞാൽ നേരെ വരുന്നത് OLRലേക്കാണ്. OLRൽ കോണ്ടാക്ട് പ്രോപ്പറായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ഫ്ലിക്കറിങ് സംഭവിക്കാം. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ബട്ടണിൽ നിന്ന് കൊടുക്കുന്ന 40, ആ 40 കൃത്യമായിട്ട് ഇവിടെ ബൈപ്പാസ് ചെയ്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഈ കോണ്ടാക്റ്റുകൾക്കിടയിൽ ആർക്കിംഗ് ഉണ്ടായാലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 41ലേക്ക് പ്രോപ്പറായിട്ടുള്ളൊരു സപ്ലൈ എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 41ലും സപ്ലൈ പ്രോപ്പറായിട്ട് കിട്ടാണ്ട് വരും. അപ്പോഴും ഈ കോണ്ടാക്ടർ പ്രോപ്പറായിട്ട് പിടിക്കില്ല. ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. നിലവിൽ ഞാൻ മൾട്ടിമീറ്റർ ബസർ മോഡിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ കോണ്ടാക്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഈ രണ്ട് കോണ്ടാക്റ്റുകൾക്കിടയിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബസർ അടിക്കണം. പക്ഷേ ഇവിടെ ഈ ബസർ അടിക്കുന്നില്ല. നമുക്ക് മറ്റൊരു NC കോണ്ടാക്റ്റിലേക്ക് നോക്കാം. ഇത് NC ആണ്. കണ്ടോ, അതിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഈ രണ്ട് ഇത് അടുത്തതാണ് കേട്ടോ പമ്പിന്റെ. നമ്മൾ മൊത്തത്തിൽ കംപ്ലൈന്റ് നോക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ രണ്ട് NC കോണ്ടാക്റ്റുകൾ നിലവിൽ കംപ്ലൈന്റ് ഉണ്ട്. ഈ NC കോണ്ടാക്ട് കംപ്ലൈന്റ് ഉണ്ട്. ഓക്കെ, 41ലേക്ക് സപ്ലൈ എത്തുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഇനി 41ൽ നിന്നും നേരെ നമുക്ക് കിട്ടേണ്ടത്
ജസ്റ്റ് 41ലേക്കുള്ള സപ്ലൈ നമുക്ക് നോക്കാം. ലെവലിൽ ഞാൻ ആ 41ൽ ഒരു പ്രോബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ 41ൽ ഇവിടെ നമുക്ക് കോണ്ടാക്ട് കിട്ടണം. കണ്ടോ, 41ൽ കിട്ടി, 42ൽ കിട്ടുന്നില്ല. ഈ കോണ്ടാക്ട് കിട്ടാത്തതാണ് നമുക്ക് ആ പ്രശ്നം ഉണ്ടാക്കി വെക്കുന്നത്. ലൂസ് കോണ്ടാക്റ്റിന്റെ ആ ഒരു ആർക്കിങ്ങിന്റെ വിഷയം കാണിക്കുന്നത് 42ൽ കിട്ടാത്തത് കൊണ്ടിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് 42ൽ നിന്ന് ബാക്കിയുള്ള കണക്ഷൻസ് കാര്യങ്ങളുടെ കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ 42ൽ ഒരു പ്രോബ് കണക്ട് ചെയ്തിരിക്കുകയാണ്. ആ 42 വരുന്നത് ഇവിടെ 96 ടെർമിനലിലേക്കാണ്. ഓക്കെ, 42 96 ടെർമിനലിൽ വന്നു. ഇനി നമുക്ക് ഔട്ട് കിട്ടുന്നത് ഈ 43ൽ നിന്നാണ്, അതായത് 95ൽ നിന്നാണ് നമുക്ക് ഔട്ട് കിട്ടുന്നത്. അപ്പോൾ OLRനുള്ള പ്രശ്നമില്ല, അവിടെ കറക്റ്റായിട്ട് സപ്ലൈ കിട്ടുന്നത് 95ൽ. ഓക്കെ, അപ്പോൾ 43ലേക്ക് എത്തി. ആ 43 കറങ്ങി വരുന്നത് ഇവിടെ NC കോണ്ടാക്റ്റിലാണ്. ഓക്കെ, അത് നോർമലി ക്ലോസ്ഡ് ആണ്. ഇനി നമുക്ക് താഴത്തേക്ക് നോക്കുമ്പോൾ ഇവിടെയും നോർമലി ക്ലോസ്ഡ് ആയിരിക്കണം. അവിടെയും നമുക്ക് സപ്ലൈ എത്തിയിട്ടുണ്ട്. ആ സപ്ലൈ കൃത്യമായിട്ട് ഇവിടെ A2ലേക്ക് നമുക്ക് ലഭിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ 40ൽ നമ്മൾ സിഗ്നൽ കൊടുക്കുകയും ഈ 41ൽ ഇവിടെ സപ്ലൈ എത്തും, 41ൽ എത്തും. ഈ പ്രോപ്പറായിട്ടുള്ള സപ്ലൈ ഈ ഭാഗത്ത് നിന്ന് 42ൽ നിന്ന് OLRലേക്ക് ലഭിക്കാണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു ഫ്ലിക്കറിങ് ഇഷ്യൂ ഉണ്ടാകും. ഓക്കെ, ഇപ്പം എന്തായാലും 42ൻ്റെ പോയിന്റ് നമ്മളവിടെ നിന്ന് അഴിക്കുവാണ്. അഴിച്ച് ഇവിടെ ഡയറക്റ്റ് കിട്ടുന്ന രീതിയിൽ ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെറുതെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ലത് വേണ്ട, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യാം. ഈ പ്രോപ്പർ എന്നുള്ള വാക്ക് ഇടയ്ക്കിടയ്ക്ക് വായി വരുന്നത് കൊണ്ട് പലരും എനിക്കിപ്പോൾ വേറെ പേരൊക്കെ ഇടുന്നുണ്ട്, പ്രോപ്പർ എന്നൊക്കെ പറഞ്ഞു. അപ്പം വേണ്ട കേട്ടാ. അപ്പോൾ 41ൽ നിന്നുള്ള സപ്ലൈ നമ്മൾ സ്റ്റോപ്പ് സ്വിച്ചിനെ ഡയറക്റ്റ് ആക്കി. ഇനി നമുക്കിതിനെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഒന്ന് കണ്ടിന്യൂറ്റി കൂടി നോക്കിയേക്കാം, ഈ 42ൽ നിന്ന് എങ്ങോട്ടാണ് കിട്ടുന്നത് എന്നുള്ളത്. ഓക്കെ, 42ൽ വെച്ചു കണ്ടിന്യൂറ്റി നമുക്ക് 42ൽ വരുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, 42ൽ വരുന്നുണ്ട്. അതേ കണ്ടിന്യൂറ്റി 42ൽ നിന്ന് അവിടെ OLRൻ്റെ 95ൽ നിന്ന് ഇവിടെ നമ്മുടെ ഓട്ടോ കോണ്ടാക്ടറിൻ്റെ ലോക്കിംഗ് സംവിധാനമായിട്ടുള്ള ആഡോൺ ബ്ലോക്കിലെത്തി. അവിടെ നിന്നുള്ള ഔട്ട് 44ൽ വന്നു. ആ 44 ഔട്ട് നമുക്കിവിടെ A2ലും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഓൺ ആക്കി നോക്കാം എങ്ങനെ ഉണ്ടാകും എന്നുള്ളത്. ഓക്കെ, സിസ്റ്റം ഒന്ന് ഓണാക്കാം. മാനുവൽ കോണ്ടാക്ടർ ഓൺ ആയിട്ടുണ്ട്. കണ്ട, ഇവിടെ സിസ്റ്റം നമ്മൾ മാനുവൽ മോഡിലാണ്. ഇതിൽ ഞാൻ ഓഫിലേക്ക് ആക്കുമ്പോൾ അവിടെ കോണ്ടാക്ടർ പുറത്തേക്ക് വന്നു, ഓണിലേക്ക് ആക്കുമ്പോൾ അത് ഉള്ളിലേക്കും പോയി. ഓക്കെ, അപ്പോൾ നിലവിൽ കോണ്ടാക്ടർ പിടിച്ചിരിക്കുവാണ്, മാനുവൽ കോണ്ടാക്ടർ പിടിച്ചിരിക്കുവാണ്. നമുക്കൊന്ന് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ഓഫ് ചെയ്തപ്പോൾ അത് പുറത്തേക്ക് വന്നു. ഓൺ ചെയ്യുമ്പോൾ അത് വീണ്ടും കോണ്ടാക്ട് പിടിച്ചു. ഇനി നമുക്ക് ഒന്ന് സ്റ്റാർട്ട് കമാൻഡ് കൊടുത്തു നോക്കാം. ഇവിടെ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഒരു ഹമ്മിങ്ങും കൂടാണ്ട് നമ്മുടെ കോണ്ടാക്ടർ അവിടെ പിടിച്ചു. ഇനി നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്താലൊന്നും ഇത് വർക്കാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ NC നമ്മളിവിടെ ബൈപ്പാസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്റ്റോപ്പ് ബട്ടൺ നമ്മൾ വീണ്ടും തിരിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് ആ NC എന്നുള്ള കോണ്ടാക്റ്റ് ഓപ്പണായി പോകും. ഓപ്പണായി പോയാൽ മാത്രമേ ഉള്ളൂ അവിടെ ആ കോണ്ടാക്ടർ റിലീസ് ആകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിവിടെ മെയിൻ ഓഫ് ചെയ്തുകൊണ്ട് തന്നെ അതിനെ റിലീസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് റിലീസ് ആകുക. വീണ്ടും ഓണായി കഴിഞ്ഞാൽ ഒരിക്കലും ആ കോണ്ടാക്ടർ പിടിക്കില്ല. നമ്മൾ ഈ ബട്ടണിൽ കോണ്ടാക്റ്റ് കൊടുത്താൽ പ്രസ് ചെയ്യുമ്പോൾ ഈ NOയെ NC ആക്കിയാൽ മാത്രമേ ഉള്ളൂ ഈ കോണ്ടാക്ടർ പിടിക്കത്തുള്ളൂ. അതേപോലെ തന്നെ ഓട്ടോ മോഡിൽ ഇത് വർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് ഈ കോണ്ടാക്ടർ റിലീസായി പോകും. റിലീസായി പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു തരത്തിൽ അതിനെ മാനുവലായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല.
അപ്പോൾ അതാണ്, ഇതൊരു ലോക്കിംഗ് സംവിധാനമാണ്. ഇതിപ്പോൾ നിലവിലൊരു ഓട്ടോ മോഡിലുള്ള കോണ്ടാക്ടറും ഇത് മാനുവൽ മോഡിലുള്ള കോണ്ടാക്ടറുമാണ്. അപ്പോൾ മാനുവൽ മോഡിലായിരിക്കുമ്പോൾ ഇത് ഓട്ടോയിൽ ഒരിക്കലും റണ്ണാവില്ല. അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർലോക്കിംഗ് ആയിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് നോക്കുക. ഇത് കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു പാനലാണ്, അതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് നടക്കുവാണ്. അപ്പോൾ മറ്റൊരു രീതിയിൽ നിന്ന് കാണേണ്ടതൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ബാക്കി നമുക്ക് റണ്ണിങ് കണ്ടീഷനിലേക്ക് ആക്കാൻ പറ്റത്തുള്ളൂ. കുറച്ചധികം മെയിൻ്റനൻസ് ഉണ്ട്. ഈ ഒരു സംഭവം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ കൺട്രോൾ വയറിങ് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ലൈക്കിനനുസരിച്ച് നമുക്ക് കൺട്രോൾ വയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് അഴിച്ച് മാറ്റാം. ഒന്ന് അഴിച്ച് മാറ്റി നമുക്ക് നിങ്ങളെ കാണിക്കാനായിട്ടെങ്കിലും മറ്റൊരു കോണ്ടാക്ട് ഇത് വെച്ചിട്ട് സ്വിച്ച് വെച്ചിട്ട് നമുക്കിതിനെ റൺ ചെയ്യിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നമുക്ക് ഈ സ്വിച്ച് അഴിച്ച് മാറ്റിയിട്ട് പുതിയൊരു സ്വിച്ച് വെച്ചിട്ട് ഇതിനെ റൺ ചെയ്യിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ആ പമ്പിൻ്റെ സ്റ്റോപ്പ് ബട്ടനെ ഇവിടെ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി പറ്റിയിട്ടുള്ളൊരു NC. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടെ പഴയ പാനലിനകത്ത് നമുക്ക് വേറൊരു സ്വിച്ച് ഇരിപ്പുണ്ട്. ഇവിടെ സ്വിച്ച് ഒരെണ്ണമുണ്ട് പുതിയ മോഡൽ. അതിന് നമുക്ക് അഴിച്ചെടുത്തിട്ട് അവിടെ അത് പിടിപ്പിക്കാം. ഓക്കെ, അത് നോക്കാം എന്തായാലും. അപ്പോൾ എന്തായാലും നമ്മൾ ബേസ് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇനി നമ്മൾ സ്വിച്ച് കൂടി വെക്കാം. സ്വിച്ച് കൂടി കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികളൊക്കെ സെറ്റായി. ഓക്കെ, അപ്പോൾ സ്വിച്ച് ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്വിച്ച് ലോക്ക് ആയതുകൊണ്ട് ഇപ്പോൾ സ്വിച്ച് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. കണ്ടോ, ഇത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ സ്വിച്ച് വർക്കിംഗ് ആയി. ഇനി പ്രോപ്പറായിട്ട് നമുക്ക് ഇവിടെ 2 കണക്ഷൻസ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വർക്കിംഗ് ഓക്കെ. ഇൻഡിക്കേറ്റർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡിക്കേറ്റർ കൊടുക്കാം. പക്ഷെ നിലവിൽ ഇവിടെ സ്റ്റോപ്പിന് ഇൻഡിക്കേറ്റർ ഇല്ലാത്തതുകൊണ്ടിട്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇൻഡിക്കേറ്റർ വേണമെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റർ നമുക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, അടുത്ത പോയിന്റ് കൂടി ഓക്കെ 41 42. അപ്പോൾ നിലവിൽ നമ്മൾ കണക്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റോപ്പ് സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് കട്ട് ഓഫ് ആകുന്നുണ്ട്. ഇനി നമുക്കൊന്നുകൂടി ഓൺ ചെയ്ത് നോക്കാം. നിലവിൽ ഓൺ കൊടുത്തു. പഴയതുപോലെ കോണ്ടാക്ടറോടെ പിടിച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഞാൻ സ്റ്റാർട്ട് കൊടുത്ത് നോക്കാം. സ്റ്റാർട്ട് കൊടുത്തു. നല്ലപോലെ തന്നെ കോണ്ടാക്ടർ വർക്ക് ചെയ്തു. സ്റ്റോപ്പ് ചെയ്തു. സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റാർട്ട് സ്റ്റോപ്പ്. ഓക്കെ, ഒരു പ്രശ്നവുമില്ല. സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റാർട്ട് സ്റ്റോപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പ്രശ്നം പരിഹരിച്ച കാര്യം എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിലവിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും സ്റ്റാർട്ടിങ് മുതൽ തുടങ്ങണം. കോണ്ടാക്ടറിലേക്കുള്ള സപ്ലൈ എത്തുക എന്ന് വെച്ചാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റാർട്ട് ബട്ടണിൽ നിന്നായിരിക്കും. അപ്പോൾ സ്റ്റാർട്ട് ബട്ടൺ, അതിന് സീരീസ് ആയിട്ട് വരുന്ന സ്റ്റോപ്പ് ബട്ടൺ, ഇതേപോലെ തന്നെ മാനുവൽ കോണ്ടാക്ടർ ഉണ്ടെങ്കിൽ അത്, ഇൻ്റർലോക്കിങ് സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെയും നമ്മൾ നോക്കണം. അപ്പോൾ DOLൻ്റെ കണ്ടീഷനിൽ വരുമ്പോൾ, ഒരു സിംഗിൾ മോട്ടറിൻ്റെ കണ്ടീഷനിൽ വരുമ്പോൾ ഒരിക്കലും ഇത് വരില്ല. ഈ ഓട്ടോയുടെ കൺട്രോൾ വരില്ല, ഓട്ടോ മാനുവലിൻ്റെ കൺട്രോൾ വരില്ല, ഇത് വരില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ സ്റ്റാർട്ട് സ്വിച്ചിൻ്റെയോ സ്റ്റോപ്പ് സ്വിച്ചിൻ്റെയോ സീരീസ് ആയിട്ടുള്ള കണക്ഷൻസ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നോക്കുക. പ്രത്യേകിച്ച് സ്റ്റോപ്പ് സ്വിച്ചാണ് കൂടുതൽ കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത. സ്റ്റോപ്പ് സ്വിച്ചിൽ കോണ്ടാക്റ്റ് വരാതിരിക്കുക. അതേപോലെ തന്നെ OLRൽ നിന്നും ഔട്ട് സപ്ലൈ പ്രോപ്പറായിട്ട് കിട്ടാണ്ടിരിക്കുക. OLRലെ കോണ്ടാക്റ്റ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. തീർച്ചയായിട്ടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഈ സംഭവങ്ങളൊക്കെ ക്ലിയർ ചെയ്യപ്പെടുന്ന വീഡിയോസും നമുക്ക് കുറേശ്ശെ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.